ഫൈനലുണ്ട്. അവിടുത്തെ ടീച്ചർക്ക് നേരെ പോയി സെമി ഫൈനലിൽ മത്സരിക്കാൻ പറ്റും. തോറ്റതിന്റെ വല്ലാത്തൊരു ക്ഷീണം എനിക്കുണ്ട്. നമുക്കൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ നമുക്കൊരു ചിന്ന ബ്രേക്ക് എടുക്കലാമാ? ഇത് പുടുങ്ക. താങ്ക് യു. അപ്പൊ പുടുങ്കേ അങ്ങനെയല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ പലിക്കുന്നാണ്. ആണോ? ഇത് പിടിങ്ക. അപ്പൊ ഞാൻ നിങ്ങളോട് 2 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ചോദ്യം, പെയ്തൊഴിയാതെ സീരിയലിൽ ചാരുവിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത് ആരുമായാണ്? അരവിന്ദൻ. അരവിന്ദൻ കറക്റ്റ് ആൻസർ. അമ്മ എണീക്കൂ. അമ്മയ്ക്ക് ഡീപൂൾ കാർ ഷാമ്പു നൽകുന്ന ഒരു മനോഹരമായ സമ്മാനം. ഓക്കെ, അടുത്ത ചോദ്യം. കന്യാദാനം സീരിയലിൽ ജീവൻ രാജിന്റെ മിസ്സിങ്ങിന് അതിനുവേണ്ടി ആരെയാണ് സംശയിക്കുന്നത്? ഗൂഗിൾ. മുംതാസ് ഗോൾഡ് പ്രീമിയം ക്വാളിറ്റി ബിരിയാണി റൈസ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. അമ്മ ഇങ്ങോട്ടോ അടുത്തോട്ട് വാ. അമ്മ ചരിത്രത്തിന്റെ ബുക്കുമായിട്ട് വരികയാണ്. ഓ പ്രിയൻ. ഞാൻ ഇവരുടെ സീരിയല് മുടങ്ങാതെ കാണാറുണ്ട്. ഇവരുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാറുവിന്റെയും പ്രിയന്റെയും. പാറുവിന് ഒരു ഉമ്മ കൊടുത്തേ. ഇനി എനിക്കൊരു ഉമ്മ തന്നെ. അവന് കൊടുക്കണ്ട, കഴിച്ചാ മതി. ഓണ ഉമ്മകൾ. പാറുവിന്റെ അഭിനയമൊക്കെ വളരെ പെർഫെക്റ്റ് ആവുന്നുണ്ട്. ഓ താങ്ക് യു. എന്തായാലും വില്ലത്തി ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ നന്നായിരിക്കണം. ഓ താങ്ക് യു. അമ്മമ്മയുടെ ആഗ്രഹം പാറു പ്രിയനെ പ്രേമിക്കണം എന്നാണോ? അതോ മുതലാളി കൈലാശ്? പ്രിയനാണ് നല്ലവൻ. അപ്പൊ കൈലാസ് നല്ലവനാണ്, പക്ഷെ പറ്റൂല. അത് കാര്യം പറ. അത് അവന്റെ അമ്മ ഇത്തിരി വലിയ വെയിറ്റ് ഉള്ള ആളാണ്. അതാണ് കാര്യം. അതാണ് ഒരു പ്രശ്നം. അല്ല, പ്രിയനെ കൂടെ ബെറ്റർ ഞാനായിരുന്നാലാ? നീ വേണ്ട, വെറുതെ ചോദിച്ചു പേടിച്ചളിയാ. ഞാനൊരു ഉമ്മ തരട്ടെ. അമ്മയുടെ പേരെന്തുവാ? പത്മം. 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 ശരിക്കും ശ്രീ പത്മം എന്ന് പേരിടണ്ടേ? ഇനി നമുക്ക് ആഗ്നസിനെ ശിവപ്രിയയും ഇറക്കാനുള്ള സമയമായിരിക്കുകയാണ്. ആഗ്നസ് ആൻഡ് ശിവപ്രിയ വരൂ. ഞാൻ ശിവപ്രിയ. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ 3rd ഇയർ BSc മൈക്രോബയോളജി. എൻ്റെ പേര് ആഗ്ന റോബിൻ. ഞാൻ ഈ കോളേജിലത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ടെക്നോളജിയിലത്തെ ഫാക്കൽറ്റിയാണ്. നിങ്ങളിവിടെ കണ്ടില്ലേ ഒരു റിങ്? കണ്ടു. 2 റിങ്. ഈ 2 റിങ്ങിലും നിങ്ങൾ ഇങ്ങനെ കയറി നിൽക്കണം. ഒറ്റക്കാലിലേ നിൽക്കാൻ പറ്റൂ. എന്നിട്ട് വടം വലിച്ച് പുറത്തേക്ക് ഇടണം. ആദ്യം ആര് പുറത്താകുന്നോ അവർ ഔട്ടാകും. അങ്ങനെ 3 ചാൻസ് വരും. ബെസ്റ്റ് ഓഫ് 3. ആരാണ് ഈ 3-ൽ 2 സ്കോർ ചെയ്യുന്നത് അവരായിരിക്കും ജയിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ നമ്മുടെ ഗോപിക മിസ് ഒന്ന് തോപ്പിച്ചിട്ട് പോയതാണ്. ഈ ഒരു സൈഡിന് അഭിമാനിക്കാൻ ശിവപ്രിയ മാത്രമേ ഉള്ളൂ. ബാക്കി ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല, ചെയ്ത് കാണിക്കാം. ഓക്കെ, ടീച്ചർ വേഴ്സസ് സ്റ്റുഡന്റ് ആണ്. 3, 2, 1 ഗോ. എന്റെ ശിവപ്രിയ എന്റെ തെന്നിപ്പോയതാണ്. ഇത് തെന്നും. ഇതാണ് ഈ മത്സരം. നല്ലൊരു ഗൈഡ്. ഫസ്റ്റ് റൗണ്ട് ആകുന്ന ടീച്ചർ സ്ട്രോങ് ആണില്ലേ? 3, 2, 1 ഗോ. വലിക്ക്. ഇങ്ങോട്ട്. ഞാൻ ജയിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ലെവലിലെ 2ാമത്തെ മത്സരം കഴിഞ്ഞപ്പോഴും വിജയുടെ ടീമിലെ ശിവപ്രിയെ മലർത്തി അടിച്ചിരിക്കുകയാണ് ആഗ്നസ് ടീച്ചർ. നമ്മൾ പുറത്തു പോകുന്നില്ല. നമുക്ക് ഇനി ലൂസേഴ്സ് ഫൈനലിൽ ലൂസേഴ്സിനൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതിൽ നമുക്ക് ഇനിയും ജയിക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ. അങ്ങനെ ലൂസേഴ്സിനെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയിലാണ് ഞാനിപ്പോ. നല്ലതുണ്ട്, ഞാൻ പ്രോത്സാഹിപ്പിക്കും. നല്ല സാധനം. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നേരെ പോയി KSF ഹാർമണി ചിട്ടികളിൽ ചേരുന്ന 100 പേരിൽ സമ്മാനമായി സിംഗപ്പൂർ യാത്ര. വണ്ടർഫുൾ. ടീച്ചർ, നമുക്കിനി അടുത്ത സെമി ഫൈനലിൽ കാണാം. താങ്ക് യു ശിവപ്രിയ. ശിവപ്രിയ ലൂസേഴ്സ് ഫൈനലിൽ കാണാം. പോയിരുന്നോ? നമുക്ക് ഓഡിയൻസിന് ഒരു ഗിഫ്റ്റ് കൂടെ കൊടുക്കണം കേട്ടോ. ശ്രീഭദ്രയ്ക്ക് കിട്ടുന്നത് ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഈസ്റ്റേൺ 5 മിനിറ്റ്സ് കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽസ് ഈ കവറിലുണ്ട്. ഈ എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മുടെ മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് 30,000 രൂപയുടെ സമ്മാനങ്ങളാണ്. ഇവിടുന്ന് ഒരാള് 30,000 രൂപ കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ആ 30,000 രൂപയും കൊണ്ട് വീട്ടിൽ പോകാൻ നമ്മൾ സമ്മതിക്കത്തില്ല. അതിന് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. പറയാം.
അപ്പൊ ഈ 30,000 രൂപയിലേക്ക് ഇനി അടുത്ത് എത്താൻ പോകുന്നത് ആരാണ് അളിയ? ഞാൻ വിളിക്കും. വിളിക്കൂ. ഇത്തവണയെങ്കിലും ജയിക്കുന്ന ഒരാളെ എനിക്ക് കിട്ടണേ എന്റെ ഭഗവാനെ, അല്ലേ പാറു? Okay. മൈ ലക്കി ചാം. അങ്ങനെ ഒന്നുമില്ല, രണ്ടുപേരും രണ്ടു പ്രാവശ്യം തോറ്റ് ലക്കി ചാം. അത് ജയിക്കാൻ വേണ്ടിയുള്ള ഒരു അമർന്നിരുന്നതാണ്. ഇനിയാണ് പുലി ചാടാൻ പോകുന്നത്. അത് വേണ്ട. നീതു ആൻഡ് അൻസിയ. ജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ. എന്റെ പേര് നീത, ഞാനിവിടെ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. എന്തൊക്കെയായാലും ബൈ ദ വേ ടീച്ചറിന്റെ മൂക്കൂത്തി നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു. നൈസ്. കുറുക്കന്റെ കണ്ണെപ്പോഴും കോഴിക്കൂട്ടിലായിരിക്കും. എന്റെ പേര് അൻസിയ, Yes. ഞാൻ ഇവിടെ തേർഡ് ഇയർ ടെക്നോളജി സ്റ്റുഡന്റ് ആണ്. അൻസിയക്ക് ഇവിടെ ഈ കോളേജിനെ പറ്റി പ്രിയപ്പെട്ടത് എന്തൊക്കെയാണ്? എന്താണ് പറയാൻ? മിസ്സുമാര് ഇവിടുത്തെ മിസ്സുമാര് സൂപ്പറാ. അത് എനിക്കും അതേ അഭിപ്രായമാണുള്ളത്. ഇവിടുത്തെ മിസ്സുമാര് സൂപ്പറാണ്, അടിപൊളി. കണ്ണി അപർണ മിസ് സൂപ്പറാ. അവരുടെ മിസ് സൂപ്പറാ. പിന്നെ വേറെ ഏത് മിസ് സൂപ്പറാ? ഞാൻ ഒന്ന് കണ്ടോട്ടെ. ഏ? ഹെന്നത്ത് മിസ്. ഹെന്നത്ത് മിസ് അവിടെ. ഹെന്നത്ത് മിസ്. ആ ഹെന്നത്ത് മിസ് സൂപ്പറാ. നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് പായസമാണ്. നിങ്ങൾ ഈ പായസം കുടിച്ചു തീർക്കണം. 60 സെക്കൻഡ് സമയത്തിൽ ഏറ്റവും കൂടുതൽ പായസം കുടിക്കുന്ന ആളായിരിക്കും ജയിക്കുന്നത്. കൈയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. രണ്ട് കൈയും പുറകെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പായസം കുടിക്കണം. അങ്ങനെയും കുടിക്കാം, ഇങ്ങനെയും കുടിക്കാം. റെഡിയല്ലേ? കമോൺ അൻസിയ. Your time starts now. അടിക്കോ. ഓടി കുടിക്ക്. കുടി. ജ്യൂസ് വലിച്ചെടുക്കുന്ന പോലെ കടവിക്കൊടു കടവിക്കൊടു കടവിക്കൊടു. കടിച്ചു തിന്നോ. സ്വന്തം മാല തിന്നരുത്. അത്രേ ഉള്ളൂ. കടിച്ചു തിന്നു ടീച്ചർ. കടിച്ചു തിന്ന്. എടാ. കടിച്ചു തിന്നിട്ടാ. 4 3 2 1 0. സമയം കഴിഞ്ഞ. എന്താ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അൻസിയുടെ മുഖം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പമുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചു മുഖമാണ്. തല മുഴുവൻ ഇതിന്റെ അകത്ത് പോയി. അൻസിയുടെ മൂക്ക് പോലും ഇല്ലാത്തോട്ട് ഇറങ്ങിയില്ല. അതായിരുന്നു പ്രശ്നം. അല്ല പറ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ റൗണ്ടും ഈ മത്സരവും വിജയിച്ചിരിക്കുകയാണ് എന്റെ സ്വന്തം നീത. ആദ്യത്തെ ലെവലിൽ എന്നെ ഗോപിക വന്ന് ചതിച്ചു. രണ്ടാമത്തെ ലെവലില് ശിവപ്രിയ വന്ന് ചതിച്ചു. മൂന്നാമത്തെ ലെവലില് ദാണ്ട തലകയറ വലിയൊരു തലയായിട്ട് വന്ന് ഈ അൻസിയെ എന്നെ ചതിച്ചിരിക്കുകയാണ്. ഇത് എന്തൊരു ഓണമാണ് എന്റെ ഭഗവാനെ. വന്നിരിക്കുവോ മൂക്കുത്തിട്ടോണ്ട്? അതായത് പ്രിയപ്പെട്ട വിജയ്, യെസ്, നിന്റെ പേര് വിജയും നിനക്ക് ദൈവം തന്നോണ്ടിരിക്കുന്നത് തോൽവികളുമാണ്. നീ ഇത് മനസ്സിലാക്കണം. പക്ഷെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും, അല്ലേ പാറു? വിജയ് നേരത്തെ പറഞ്ഞായിരുന്ന ഒരു കാര്യം, ഞാൻ ലൂസേഴ്സ് ഫൈനലുള്ള ടീമിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അതിന്റെ കാര്യം തീരുമാനമായി. അവന്റെ ടീമിൽ കളിച്ച 3 പേരും കറക്റ്റ് ടീമിൽ കയറിയിട്ടുണ്ട് ലൂസേഴ്സ് ഗെയിമിൽ കയറാൻ. അപ്പൊ മക്കളെ പോയിട്ടാ പാറു, നമ്മ ഓണമെല്ലാം